കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ മാസം 24-നാണ് യുവതി മുറിയെടുത്തത്. യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ കാണാനില്ല. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് ഷഹദ്, ഇതാരാണ്? ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? വിജയകുമാർ, നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഞാൻ നിൽക്കുന്നത് ആ ലോഡ്ജിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ മുറിയിലാണ് യുവതി മരിച്ചു കിടക്കുന്നത്. അതായത് യുവതി 24-ാം തീയതിയാണ് ഇവിടെ മുറി എടുത്തിട്ടുണ്ടായിരുന്നത്. യുവതിക്കൊപ്പം അന്നൊരു യുവാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നത്. എന്നാൽ പിന്നീട് ഈ യുവാവിനെ കണ്ടിട്ടില്ല. യുവാവ് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഹോട്ടലുകളിൽ റൂം എടുക്കുന്ന ഒരു നടപടിക്രമമൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂം എടുത്ത യുവാവിൻ്റെയോ അല്ലെങ്കിൽ യുവതിയുടെയോ വിശദാംശങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ നിലവിൽ ഈ ഹോട്ടലുകാരുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ കൈവശമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ഹോട്ടലിൽ ഒരു പ്രായം ചെന്ന ഒരു ജീവനക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ഇവിടെ ഈ വന്ന ആളുകളുടെ എന്തോ ഫോട്ടോയോ മറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ആധാറിൻ്റെയോ ID കാർഡിൻ്റെയോ മറ്റു വിശദാംശങ്ങൾ എന്തോ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഹോട്ടലിൽ ഇല്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവതിയെക്കുറിച്ചോ അതോ ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ കുറിച്ചോ നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 24-ാം തീയതിയാണ് യുവതിയും യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവും ഈ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നിൽക്കുന്നത് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ തന്നെ ഉള്ള ഒരു ലോഡ്ജ് മുറിയിലാണ്. ഇവിടെയാണ് ഇവർ രണ്ടുപേരും വന്ന് മുറി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് വിശദാംശങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമില്ല. ഈ യുവാവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുൻപ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഹദ്, എന്തായാലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കുറിച്ച് വിവരമില്ല. പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നു. ഷഹദാണ് വിവരങ്ങൾ നൽകിയത്.